അയ്യോ, ഞാനെന്തെങ്കിലും പറഞ്ഞത് കരുതി വൈരാഗ്യമൊന്നും തോന്നല്ലേ? എന്റെ ഒരു കുഴപ്പം ഇതാ. കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടതാണെങ്കിലും ഞാനതങ്ങ് മറന്നുപോകും. 100 കാര്യങ്ങളുടെ തിരക്കല്ലേ. അല്ല, നിങ്ങളെല്ലാരും ഒന്നിച്ചിരുന്നാണോ ഇപ്പോഴും ഭക്ഷണം കഴിക്കുന്നത്? മിക്കവാറും അങ്ങനെയാ. അതെനിക്ക് നിർബന്ധ. എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന നിമിഷങ്ങള് അങ്ങനെയൊന്നും നമുക്ക് വീണ് കിട്ടില്ലല്ലോ. യെസ്, എനിക്കിത് വല്ലാതെ ഇഷ്ടമുള്ളൊരു കാര്യമാ. സത്യം പറഞ്ഞ ഇത്തരം തറവാട്ടിലൊക്കെ എത്തുമ്പോഴേ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് വലിയ അഭിമാനം തോന്നും. സാറേ, ഇടയ്ക്കിടയ്ക്ക് വരൂ, നമുക്കിതുപോലെ ഇവിടെ കൂടാലോ. ഓ ഷുവർ. എക്സ്ക്യൂസ് മീ, ഞാൻ എന്റെ മൊബൈൽ കാറിൽ വെച്ച് മറന്നുപോയി. ഞാൻ എടുത്തോണ്ട് വരാം. സാരമില്ല, ഞാൻ പോയിട്ട് വരാം. ഭക്ഷണം കഴിക്കുന്ന നേരത്തായാലും ഫോൺ അടുത്തുണ്ടാവണം. കടം കയറി മുടിഞ്ഞവര് കണിമംഗലംകാർ മാത്രമല്ലല്ലോ, ബാക്കി ഒരുപാട് പേർക്ക് എന്റെ സഹായം ആവശ്യമുണ്ട്. സാറാ മാഡത്തിന്റെ പെരുമാറ്റം എത്ര സിമ്പിളാ അല്ലേ ചെറിയമേ? അമ്മ ഇരിക്ക. അയ്യോ ഏട്ടാ, ഏട്ടത്തെ അമ്മയും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചോളും. അവർക്ക് അങ്ങനെയല്ലേ ശീലം. അതാവുമ്പോ അവർക്ക് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്ന് കഴിക്കാലോ. അതുമാത്രമല്ല, എല്ലാവരും കൂടി ഇരുന്നാ വിളമ്പി കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ? സാറാ മേഡത്തിന് വിളമ്പിക്കൊടുക്ക്. വെള്ളം എവിടെ? ഇതെന്താ വെള്ളമൊക്കെ എടുത്തു വെക്കാൻ ഇത്ര താമസം? ആക്ച്വലി ഈ വീട്ടില് 2 സെർവന്റിനെ നിർത്തേണ്ട ആവശ്യമുണ്ടോ? മാത്രമല്ല, ഇത്രയും പ്രായമായ സെർവന്റിനെയൊക്കെ നിർത്തുകയെന്ന് വെച്ചാ അത് റിസ്ക് അല്ലേ? ഇത് സർവന്റ് അല്ല, എന്റെയും ചന്ദ്രശേഖരന്റെ അമ്മയാ. വീട്ടിൽ വരുന്ന അതിഥിക്ക് നേരിട്ട് വിളമ്പിക്കൊടുക്കുക എന്നുള്ളത് ഇവിടുത്തെ ഒരു ശീലമാണ്. ഓ, പോട്ടടാ, മാഡം അറിയാതെ പറഞ്ഞതല്ലേ. അയ്യോ, ഞാനെന്തെങ്കിലും പറഞ്ഞത് കരുതി വൈരാഗ്യമൊന്നും തോന്നല്ലേ? എന്റെ ഒരു കുഴപ്പം ഇതാ. കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടതാണെങ്കിലും ഞാനതങ്ങ് മറന്നുപോകും. 100 കാര്യങ്ങളുടെ തിരക്കല്ലേ. മാഡം കഴിക്കുക.
വരുൺ, എണീക്ക്. ദാ, കുടിക്ക്. വരുൺ, ഞാൻ പറയുന്നത് കേൾക്ക്. നമുക്ക് ആശുപത്രി പോവാം, ഇല്ലെങ്കിൽ പ്രശ്നമാവും. വേണ്ട, ഹോസ്പിറ്റലിൽ ഒന്ന് പോകാൻ എനിക്ക് വയ്യ. എന്താ പരമേശ്വര? ഒന്നുമില്ല അമ്മേ. നീ വന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. ഡൈനിങ് ടേബിളിൽ നടന്ന സംഭവത്തിൽ എനിക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോന്ന് അറിയാനല്ലേ. നിനക്കോ പത്മിനിക്കോ എന്താണോ മനസ്സിലുള്ളത് അതേ ഉള്ളൂ എനിക്കും.